വാ നമുക്കിന്ന് ലണ്ടൻ വിട്ടാലോ. ഞാനൊരു 6 മാസം മുമ്പ് പോയ യാത്രയാണിത്. UK വന്നിട്ട് ഏകദേശം 1.5 വർഷമായപ്പോഴാണ് ലണ്ടൻ കണ്ടിട്ടില്ലെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. പ്രയോറിറ്റീസ് ആണല്ലോ അല്ലേ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ലണ്ടനുമായിട്ട് വളരെ അടുത്താണ്. ഈ കാണുന്ന ജംഗ്ഷൻ കണ്ടോ, ഇതാണ് ക്ലാബം ജംഗ്ഷൻ, വൺ ഓഫ് ദി ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ യൂറോപ്പ്. ഏകദേശം 2000-ഓളം ട്രെയിനാണ് ഡെയിലി പാസ് ചെയ്യുന്നത്. ടോട്ടൽ 17 പ്ലാറ്റ്ഫോമാണുള്ളത്. ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെയും UK-യുടെയും തലസ്ഥാന നഗരമാണ്. അപ്പോൾ തോന്നും ഇംഗ്ലണ്ടും UK-യും രണ്ടും രണ്ടാണോ എന്ന്. യുണൈറ്റഡ് കിങ്ഡം എന്നത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംയുക്ത രാജ്യമാണ്. ഇംഗ്ലണ്ട് യൂറോപ്പിലെ ഒരു ദേശമാണ്. ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് തേംസ് നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തേംസിലൂടെയുള്ള ഒരു ക്രൂയിസ് യാത്രയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ ലണ്ടൻ പട്ടണവും ഇന്ന് കണ്ടു തീരത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. പറ്റുന്നത്രയും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഏകദേശം 1 മണിക്കൂർ എടുത്ത യാത്രയ്ക്ക് പരിസമാപ്തി കുറിക്കാറായി. നമ്മൾ ഇറങ്ങാറായി. വാട്ടർലൂവിൽ നമ്മൾ ഇറങ്ങും. ഇപ്പോൾ ആ കാണുന്ന കോൺ ആകൃതിയിലുള്ള ബിൽഡിംഗ് ആണ് ഷാർഡ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിലൊന്നായ ഇതിൽ 95 നിലകളുള്ള സ്കൈ സ്കേപ്പറാണിത്. അതായത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉൾപ്പെടെയുള്ളൊരു കെട്ടിട സമുച്ചയമാണ്. വാട്ടർലൂവിൽ ഇറങ്ങി എന്നോട് ഫോൺ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറുക്കന്മാർ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇതാണ് ലണ്ടൻ ഐയും ബിഗ് ബെന്നും. ബിഗ് ബെൻ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ക്ലോക്ക് ടവർ ആണ്. വെസ്റ്റ് മിനിസ്റ്റർ പാലസിന്റെ ഭാഗമാണിത്. നമ്മളങ്ങനെ ക്രൂയിസിൽ കയറി. ഈ കണ്ണടി വെച്ച ചെറുപ്പക്കാരനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് തരുന്നത്. രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും സാംസ്കാരികത്തിലും സുപ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു മെട്രോപൊളിറ്റൻ നഗരമാണ് ലണ്ടൻ എന്ന് പറയുന്നത്. ഈ നദിയുടെ ഇരുവശങ്ങളിലും ചരിത്രപരമായും ആധുനികതയേറിയതുമായ നിരവധി കെട്ടിടങ്ങളും ഔദ്യോഗിക ഓഫീസുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബോട്ട് യാത്രയ്ക്കിടെ ലണ്ടനിലെ പ്രധാനമായ IT കമ്പനികളും ബാങ്കുകളും കാണാം. പ്രത്യേകിച്ച് സിറ്റി ഓഫ് ലണ്ടൻ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ലോയ്ഡ്സ് ഓഫ് ലണ്ടൻ, ബാർക്ലേസ്, HSBC, സ്റ്റാൻഡേർഡ് ആൻഡ് ചാർട്ടേഡ് ബാങ്ക്, അങ്ങനെ ഒരുപാടുണ്ട് കാണാനായിട്ട്. യൂറോപ്യൻസിനെക്കാട്ടിലും മറ്റ് രാജ്യക്കാരാണ് ഈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. അങ്ങനെയാണ് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നതും. ടവർ ബ്രിഡ്ജ്, ലണ്ടൻ ടവർ, സിറ്റി ഹാൾ, HMS ബെൽഫാസ്റ്റ്, ലണ്ടൻ ഐ, വെസ്റ്റ് മിനിസ്റ്റർ പാലസ്, അങ്ങനെ ഒരുപാടുണ്ട് കാണാൻ. ഈ കാണുന്നതാണ് ബെൽഫാസ്റ്റ്. 2ാം ലോക മഹായുദ്ധത്തെ ഒരു യുദ്ധക്കപ്പലാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് വോക്കി ടോക്കി. ഇതൊരു സ്കൈ സ്കേപ്പറാണ്. ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് കമ്പനികളുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതാണ് ബെൽഫാസ്റ്റ്, മുമ്പ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയാണ് നമ്മുടെ താരം ലണ്ടൻ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും രണ്ടും രണ്ടാണ്. ഇപ്പോൾ നിലവിൽ കാണുന്ന ഈ ലണ്ടൻ ബ്രിഡ്ജ് 1973 ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ലണ്ടൻ ബ്രിഡ്ജുകൾക്ക് അതിൻ്റേതായ സ്റ്റോറികളുമുണ്ട് കേട്ടോ. ഈ കാണുന്ന കരയിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി കാണാൻ പോകുന്ന സ്ഥലം ഇപ്പോൾ കണ്ടതിനേക്കാട്ടിലും മികച്ച ഒന്നാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതൊരു ക്യാമ്പസാണ്. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് ആണ് ഈ കാണുന്നത്. സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഈ കാണുന്നത് നാഷണൽ മാരിടൈം മ്യൂസിയമാണ്. ബ്രിട്ടന്റെ സമുദ്ര ചരിത്രം, പഴയകാല കപ്പലുകൾ, നാവിക സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു കടൽ മ്യൂസിയമാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുള്ള ക്യാമ്പസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനിയും കുറച്ചും കൂടെ നടക്കാനുണ്ട്. കണ്ടോ, ഒരു ചെറിയൊരു കയറ്റമാണ്. നമുക്കിതൊക്കെ എന്ത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞ് തള്ളി ഇവിടം വരെ എത്തി. ഇനി കാണാൻ പോകുന്ന സ്ഥലമാണ് ഗ്രീനിച്ച്. കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും അല്ലേ? ഗ്രീനിച്ച് മീൻ ടൈം എന്ന ആഗോള സമയം കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാന സ്ഥലമായ പ്രൈം മെറിഡിയൻ ലൈൻ ഉൾക്കൊള്ളുന്നതിനാൽ ഇത് ലോക പ്രശസ്തമാണ്. ഭൂമിയിലെ 0 ഡിഗ്രി അക്ഷാംശ രേഖയുള്ള സ്ഥലമാണിത്. GMT ഒരു സ്ഥിരം സമയമാണ്. ഡേ ലൈറ്റ് സേവിങ്സ് അതിനെ ബാധിക്കുന്നതേയില്ല. കണ്ടോ, ഇതാണ് ആ കാണുന്ന പ്രൈം മെറിഡിയൻ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബോംബെയാണ് നമ്മുടെ സമയത്തെ, ഇന്ത്യൻ സമയത്തെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും IST ആണ് പാലിക്കുന്നത്. ഇന്ത്യയിൽ ഡേ ലൈറ്റ് സേവിങ്സ് ടൈം ഇല്ല. അതായത് ലണ്ടനിൽ ഉച്ചയ്ക്ക് 12 മണിയായാൽ ഇന്ത്യയിൽ സന്ധ്യയ്ക്ക് 5:30 ആയിരിക്കും സമയം. ഇന്ത്യയിൽ സീസണൽ സമയം വ്യത്യാസമില്ലെന്ന് അർത്ഥം. ചില യൂറോപ്യൻ രാജ്യങ്ങൾ അത് പാലിക്കുന്നുണ്ട്. ലണ്ടൻ ബ്രിട്ടീഷ് സമ്മർ ടൈം ഉപയോഗിക്കുമ്പോൾ, അതായത് ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെ ആകുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് സമ്മർ ടൈമിനെക്കാട്ടിലും 4.5 മണിക്കൂർ മുന്നിലായിരിക്കും. ഈ കാണുന്ന ചുമന്ന ബോൾ കണ്ടോ, ഇതാണ് ടൈം ബോൾ. ഓരോ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് താഴേക്ക് പതിക്കുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചയാണിത് കേട്ടോ. അത് മുമ്പ് നാവികർക്ക് സമയം കണക്കാക്കാൻ സഹായിച്ചിരുന്ന ഒരു ഉപാധിയായിരുന്നത്. അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. കട്ടിസാർക്ക് 19-ാം നൂറ്റാണ്ടിലെ ഒരു പഴയ ടീ കപ്പലായിരുന്നു. ഇപ്പോൾ ഇത് മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും.